നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഡീറ്റെയിൽഡ് ആയി എടുക്കുന്ന സ്റ്റേറ്റുകളോ കോൺസ്റ്റിറ്റ്യുവൻസിയോ ആണ് പ്രഡിക്റ്റ് ചെയ്യുക. സൈബർ ലോകത്ത് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടത് വടകര തെരഞ്ഞെടുപ്പ് ഫലം പ്രഡിക്റ്റ് ചെയ്തപ്പോഴായിരുന്നു. 100 സീറ്റ് എന്ന് പറഞ്ഞത് പലരെയും ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നോട് പലരും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ അതൊരു കൂടിയ നമ്പറല്ല നീ പ്രഡിക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായി. നാടിനോടുള്ള ചോദ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ ജനം ആണ് എന്നെ അധികാരത്തിൽ എത്തിച്ചത് എന്നുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറന്നുപോയോ എന്നുള്ളതാണ്. ജനഹിതം വി.ഡി. സതീശൻ അനുകൂലമാണ്. അത് മാറ്റിവെച്ച് ഒരു ചർച്ച കേരളത്തിൽ വലിയ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനവിധിയോടുള്ള ഒരു തരത്തിലുള്ള പുറംതിരിഞ്ഞ് നിൽക്കലായിരിക്കും. നമസ്കാരം. ആദ്യം അവർ നിങ്ങളെ കളിയാക്കും, പിന്നെ അവർ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കും. കോഴിക്കോട് സ്വദേശിയായ റാഷിദ് സിപിയുടെ കാര്യത്തിൽ ഇക്കാര്യം അച്ചട്ടാണ്. ഓരോ തെരഞ്ഞെടുപ്പിന്റെയും വോട്ടിംഗ് കഴിയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് വാളിനകത്ത് ചില പ്രവചനങ്ങൾ കുറിക്കാറുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രവചനത്തിൽ പരാജയപ്പെടുമെന്ന് പറഞ്ഞ പാർട്ടിയുടെ അണികൾ കമന്റ് ബോക്സുകളിൽ വന്ന് കുരയ്ക്കുകയും കളിയാക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ അച്ചട്ടാവുകയാണ് പതിവ്. ഇന്നലെയും പതിവ് തെറ്റിയില്ല. റാഷിദ് സിപി UDF-ന് 102 സീറ്റ് പ്രവചിച്ചു. UDF-ന് 102 സീറ്റ് ലഭിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് റാഷിദ് സിപിയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരിക്കൽ കൂടി താങ്കളുടെ പ്രവചനം 100% ശരിയായിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്? ഞാൻ ഈ പറഞ്ഞ പോലെ ഏപ്രിൽ 9-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷം ഇങ്ങനൊരു പോസ്റ്റ് താങ്കളുടെ ഫേസ്ബുക്കിനകത്ത് പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാനും കണ്ടതാണത്. എനിക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്കും വലിയ ആശങ്കയുണ്ടായിരുന്നു. നിരവധി പേരാണ് താഴത്ത് വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം താങ്കൾ ഒരു ട്രിപ്പ് പോയപ്പോൾ നാട് വിട്ടു പോയതാണോ എന്ന് പോലും ചോദിച്ച ആളുകളുണ്ടായിരുന്നു. അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്നലെ താങ്കൾ പ്രവചിച്ച പോലെ 102, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ഇല്ല. എന്താണ് ഇപ്പോഴത്തെ ഒരു ചിന്ത? വ്യക്തിപരമായ സന്തോഷം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഏകദേശം 18 or 19 ഇലക്ഷനുകൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പും മറുനാടൻ ഉൾപ്പെടെയുള്ള ചാനലുകൾ നമ്മളിത് സംസാരിച്ച വിഷയമാണ്. അതിൽ 1-2 തെരഞ്ഞെടുപ്പുകളാണ് നമ്മുടേതായ പരാജയപ്പെട്ടു പോയത്. ബാക്കിയുള്ളത് ചില അഭിപ്രായങ്ങളാണ്. നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് ഡീറ്റെയിൽഡ് ആയി എടുക്കുന്ന സ്റ്റേറ്റുകളോ കോൺസ്റ്റിറ്റ്യുവൻസിയോ ആണ് പ്രൊഡിക്റ്റ് ചെയ്യുക. അതിനപ്പുറമേ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ നമ്മൾ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോൾ ചില ചോദ്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കേണ്ടി വരും. ആ തരത്തിൽ 1-2 പ്രതികരിച്ചതിൽ പാളിച്ച അത് സ്വാഭാവികമാണ് രാഷ്ട്രീയ നിരീക്ഷണത്തിന്റെ ഭാഗമായിട്ട്. അതല്ലാതെ കൃത്യമായി പ്രൊഡിക്റ്റ് ചെയ്തതിൽ 2 പരാജയപ്പെട്ടത്. പക്ഷെ ആ പരാജയങ്ങൾ വിജയങ്ങളിൽ കിട്ടിയ അനുമോദനങ്ങളേക്കാൾ വലിയ രീതിയിൽ എന്നെ സൈബർ ലോകത്ത് വേട്ടയാടിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയാത്ത ചില തെരഞ്ഞെടുപ്പുകൾ പോലും എന്റെ മേൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു പോക്കായിരുന്നു. പക്ഷെ സൈബർ ലോകത്ത് വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ടത് വടകര തെരഞ്ഞെടുപ്പ് ഫലം പ്രഡിക്റ്റ് ചെയ്തപ്പോഴായിരുന്നു. അത് അന്നത്തെ സാഹചര്യത്തിൽ പിന്നീട് ഈ തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ രീതിയിലുള്ള ഒരു സൈബർ ആക്രമണം എന്ന് ഞാൻ അതിനുള്ള ഉപയോഗിക്കില്ല. സൈബർ എതിരഭിപ്രായങ്ങൾ വലിയ രീതിയിൽ ഒരു പരിധി വിട്ട് അൺപാർലമെന്ററി ആയും ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ കൂട്ടത്തോടെ ഇളകി വന്നു. അതുണ്ടായിരുന്നു. അവർ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ ആ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ഒപ്പം 100 സീറ്റ് പ്രൊഡിക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് ദിവസമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ട് പെട്ടിയിലായതിനു ശേഷമാണ്. നമ്മൾ ആരോടും ഒരു അനീതി കാണിക്കുന്നില്ല ആ അർത്ഥത്തിൽ. അപ്പം അത് കഴിഞ്ഞിട്ട് ഒന്നും സംഭവിക്കാനില്ല. എന്നിരുന്നാലും ചിലർ വിചാരിക്കുന്നത് എന്ത് രീതിയിലാണ് എനിക്കറിയില്ല എന്താണ് അവരുടെ ചിന്തകൾ എന്നുള്ളത്. അപ്പം ആ രീതിയിൽ പ്രൊഡിക്റ്റ് ചെയ്തതിനെ പോലും ആക്രമിക്കപ്പെടുകയാണ് അങ്ങയുടെ ഭാഷയിൽ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതുപോലെ, അതായത് വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് താങ്കളുടെ പോസ്റ്റ് വരുന്നത്, അതായത് ഇങ്ങനെ പ്രവചനം വരുന്നത്. പക്ഷേ എന്നാൽ അതിന് മുൻപേ തന്നെ ആളുകൾ താങ്കളോട് ചോദിക്കുന്നുണ്ട് പ്രവചനമില്ലേ. അതായത് താങ്കളുടെ പ്രവചനം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകളും ഉണ്ട് എന്നുള്ളതല്ലേ? അതുണ്ട്. അത് സൗഹൃദ വലയത്തിൽ, ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ, വാട്സപ്പിലൊക്കെ വന്ന് ചോദിക്കും. ആ രീതിയിലുള്ള ആളുകളുണ്ട്. അത് അവര് കുറേയേറെ മനുഷ്യർ എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. അതിൽ പരിപൂർണമായ വിജയം ഈ പ്രാവശ്യം ഉണ്ടായി എന്നുള്ളതിൽ വ്യക്തിപരമായ നല്ല സന്തോഷമുണ്ട്. അതേസമയം തന്നെ പലരും ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെ കുറിച്ചും ചോദിച്ചിരുന്നു. അപ്പൊ അത് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മറുപടിയാണ്. അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞാൻ അത്യാവശ്യം ഇതിൽ പണിയുള്ള എഫേർട്ടുള്ള ഒരു ഏർപ്പാടാണ്. അപ്പൊ അതിന് പുറമെ മറ്റു സ്റ്റേറ്റുകളിലേക്ക് പോകേണ്ട ഇല്ല എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു. ഇവിടെ കൃത്യമാവണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു. ഒപ്പം തന്നെ 100 സീറ്റ് എന്ന് പറഞ്ഞത് പലരെയും ചിന്തിപ്പിച്ചിട്ടുണ്ട്. എന്നോട് പലരും കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ തന്നെ അതൊരു കൂടിയ നമ്പറല്ല നീ പ്രഡിക്റ്റ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ UDF വലിയ അഭൂതപൂർവമായിട്ടുള്ള വിജയം നേടി, 102 സീറ്റ് താങ്കളുടെ പ്രവചനം പോലെ തന്നെ. അപ്പോൾ ഇനിയാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഗ്നി പരീക്ഷ കാത്തിരിക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പിന്റെ മുമ്പേ തന്നെ തുടങ്ങിയതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഘട്ടത്തിൽ അത് വല്ലാതെ രൂക്ഷമായി. ഇനി അത് ആളി പടരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രി ചർച്ച, താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ ആരാണ് അതിന് യോഗ്യൻ?
അത് എന്ന് പറയുന്നത് ഈ 2021 തുടർഭരണം എല്ലാ 5 വർഷം കൂടുമ്പോൾ നാട്ടിൽ നടക്കുന്നതായിരുന്നു. പക്ഷെ അത് വീണ് പോയിട്ടുണ്ടായിരുന്നു. അന്ന് വീണുപോയി എന്ന് പറയുന്നതല്ല, കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുമോ എന്നുള്ള ചിന്തകൾ ഉണ്ടായ ഒരു ഘട്ടത്തിലാണ് വി ഡി സതീശൻ എന്നുള്ള ഒരു പ്രതിപക്ഷ നേതാവ് വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ട് വലിയ രീതിയിൽ ഉണ്ടായിരുന്നു. അത് പടിപടിയായി ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലായാലും അതിന്റെ പീക്ക് ലെവലിൽ അവസാനം നടത്തിയ യാത്രയിലാണെങ്കിലും ഞാൻ ഈ യാത്രയെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ണൂർ മുതൽ ഈ നമ്മുടെ ബെൽറ്റിൽ 2-3 ജില്ലകളിൽ ഈ യാത്രയെല്ലാം ഞാൻ രാഷ്ട്രീയ പാർട്ടികളുടെ യാത്രകൾ പരമാവധി ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ ഈ യാത്രകളിലൊക്കെ ആളുകൾ വി ഡി സതീശൻ എന്നുള്ള ആള് കാണാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലായിരുന്നു ഒഴുകി എത്തിയത്. അതിൽ പ്രത്യേകിച്ച് ഈ പൊതുവെ കോൺഗ്രസിനെ പറ്റി പറയുന്നത് ഭരണത്തിലേറിയാൽ ഒരു അഴകുഴമ്പൻ നിലപാടുകളാണ്, വിട്ടുവീഴ്ചകളാണ്, കൃത്യമായ നിലപാടുകൾ പറയാതെ പോകുന്ന ഒരു 5 വർഷമായിരിക്കും എന്നുള്ളത്. എന്നാൽ വി ഡി സതീശന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഘട്ടത്തിൽ അദ്ദേഹത്തിന് നിലപാടുകൾ ഉണ്ടായിരുന്നു. പലർക്കും യോജിപ്പും ഏതൊരു നിലപാടിനുണ്ടാവും. ആ അർത്ഥത്തിൽ യോജിപ്പും ഉണ്ടെങ്കിലും വി ഡി സതീശന്റെ നിലപാടുകൾക്ക് വലിയ പിന്തുണ കിട്ടിയിട്ടുണ്ടായിരുന്നു. വി ഡി സതീശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനും പിണറായി വിജയനും ഈ നാട്ടിൽ നിന്ന് പോയാലും മൺമറഞ്ഞു പോയാലും ഈ നാടിൽ ഈ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ജീവിക്കേണ്ട ഒരു ഇടമാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മതസൗഹാർദ്ദവും മനുഷ്യരുടെ സൗഹാർദ്ദവും ഒക്കെ കാത്തു സംരക്ഷിക്കാനുള്ള നിലപാടുകൾ എടുക്കും. അത് ആ ഒരു വിഷയത്തിൽ മാത്രം പല വിഷയങ്ങളും പല ചോദ്യങ്ങളും വി ഡി സതീശനോട് ഉണ്ടെങ്കിലും ആ രീതിയിൽ നിലപാടുകൾ പ്രഖ്യാപിച്ചതോടുകൂടി വി ഡി സതീശനിലേക്ക് വലിയ രീതിയിലുള്ള ആൾക്കൂട്ടം വി ഡി സതീശൻ എന്നുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ പൊതിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് ആ അർത്ഥത്തിൽ തന്നെയായിരുന്നു വോട്ടിങ്ങിലും ഞാൻ കണ്ടത്. അതേപോലെ തന്നെ നമ്പറുകളും സീറ്റുകളായി മാറിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് വി ഡി സതീശൻ എന്നുള്ളത് ജനഹിതം വി ഡി സതീശൻ അനുകൂലമാണ്. അത് മാറ്റിവെച്ച് ഒരു ചർച്ച കേരളത്തിൽ വലിയ രീതിയിൽ നീട്ടിക്കൊണ്ടുപോകുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ജനവിധിയോടുള്ള ഒരു തരത്തിലുള്ള പുറംതിരിഞ്ഞ് നിൽക്കലായിരിക്കും. അത് സംഭവിച്ചു കഴിഞ്ഞാൽ ജനം കൃത്യമായി കണക്ക് വെക്കും. ജനം എന്ന് പറയുന്നത് അത് ഈ സർക്കാരിന്റെ തുടക്കം മുതൽ ഈ സർക്കാരിനെതിരെ പല രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിരുന്നു. അതേപോലെ വീണ് കിടന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തെ ഉയർത്തെഴുന്നേൽപ്പിച്ച വി ഡി സതീശൻ അല്ലാത്ത ഒരു ചോയ്സ് വരുമ്പോൾ ജനം ഏത് രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. വി ഡി സതീശന്റെ വനവാസം പ്രഖ്യാപനം ഒക്കെ ഒരു പക്ഷേ ജനങ്ങളിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അത്രയും ധൈര്യത്തിന്റെ മേളിലായിരിക്കും അദ്ദേഹം അത് പറയുന്നുണ്ടാവുക. അദ്ദേഹത്തിന്റെ ധൈര്യവും ആത്മവിശ്വാസമാണ്. അത് ആൾക്ക് പ്രത്യേകിച്ച് ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ള കുറെ തെരഞ്ഞെടുപ്പുകൾ അദ്ദേഹം കാണിക്കുന്ന പറയപ്പെടുന്ന അഭിപ്രായങ്ങൾ കൃത്യമായി വരുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആത്മവിശ്വാസമായിരിക്കാം. ആ അർത്ഥത്തിൽ ഒരുപക്ഷെ അത് രാഷ്ട്രീയ നേതാക്കളായാലും നമ്മൾ നിരന്തരം ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ എത്താതിരിക്കുമ്പോൾ സ്വയം പിരിഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മനുഷ്യനായിരിക്കാം അത്. അദ്ദേഹത്തിന് ഇത്രയും ഞാൻ എഫേർട്ട് എടുത്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഫീൽഡ് തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ അതേസമയം ഇപ്പോൾ വി ഡി സതീശനാണ് ഫസ്റ്റ് ചോയ്സ് എങ്കിൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞൊരു വലിയ നേതാവ്. അദ്ദേഹം ഇക്കാലം അത്രയും മുന്നണിക്ക് വേണ്ടി പ്രവർത്തിച്ചു, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഒരു അദ്ദേഹത്തിന് യോഗ്യത കുറവ് നമുക്ക് ആർക്കും പറയാൻ വേണ്ടി ഒരിക്കലും ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ യോഗ്യത കുറവ് പറയാൻ കഴിയില്ല. അത് പക്ഷെ അദ്ദേഹത്തിന്റെ 5 വർഷത്തിൽ അദ്ദേഹത്തിന് അത് ലക്ഷ്യത്തിൽ എത്താതെ പോയി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു അനർഹനായ ഒരാളല്ല. എന്നാൽ ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടേതാണ്. ഒപ്പം തന്നെ ജയിച്ചു വരുന്ന MLA-മാർ എന്നുള്ളത് ജയിച്ചു വരുന്ന MLA-മാർ വ്യക്തിപരമായ താല്പര്യത്തിന്റെ പുറത്ത് അഭിപ്രായം പറയുന്നതിന് പകരം അവർക്ക് വോട്ട് ചെയ്ത വോട്ടർമാരുടെ മനസ്സിനെ അവർ റീഡ് ചെയ്യണം. ആർക്ക് അനുകൂലമായിട്ടാണ് ജനം വോട്ട് ചെയ്തത് എന്നുള്ളത്. അതിന് വിരുദ്ധമായിട്ട് ആ രീതിയിലുള്ള ഒരു രീതിയിൽ സെലക്ഷനിലേക്ക് അവർ പോയാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അത് വെല്ലുവിളിയായിരിക്കും. ഒപ്പം തന്നെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ സുഗമമായ മുന്നോട്ട് കൊണ്ടുപോക്ക് നടത്തേണ്ടത് ഇനി നിലവിൽ ഇവിടെയുള്ള 18-19 MP-മാരുണ്ട്. അവരാണ് ഇനി അടുത്തൊരു തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത്. അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ രീതിയിൽ ക്രൈസിസുകൾ നിരന്തരം വന്നു കഴിഞ്ഞാൽ, പഴയ കാലത്തെ പോലെ വന്നു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വെല്ലുവിളി ആദ്യം വരാനിരിക്കുന്ന അവരെ സംബന്ധിച്ചായിരിക്കും, MP-മാരെ സംബന്ധിച്ചായിരിക്കും. അതായത് താങ്കൾ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ മുന്നിൽ നയിച്ചത് വി ഡി സതീശനാണ്. അപ്പോൾ വരുന്ന സമിതിയിൽ ഭരണകൂടത്തെയും നയിക്കാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ആൾ അദ്ദേഹം തന്നെയാണ്. നീതി എന്നുള്ളത് അർഹിക്കുന്നത് വി ഡി സതീശനാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ട് കോൺഗ്രസ് ഉയർത്തെഴുന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വരുമ്പോൾ ജനം ആഗ്രഹിച്ച ആളെ മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ജനത്തോട് കാണിക്കണം. 2016 LDF അതിന് നേരെ കടകവിരുദ്ധമായിട്ടൊരു കാര്യം ചെയ്തിരുന്നു. VS അച്യുതാനന്ദനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് നയിക്കുകയും തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഏറ്റവും അവസാനം അദ്ദേഹത്തിനെ വെറും ഫിഡൽ കാസ്ട്രോ ആക്കി മാറ്റിക്കൊണ്ട് അത് VS അച്യുതാനന്ദൻ ഒരു ഘട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോഗ്യപരമായിട്ട് VS-ന് ഒരു മോശം അവസ്ഥയിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു അത് സംഭവിച്ചുള്ളൂ. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ഈ സർക്കാരെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഈ സർക്കാരിൽ ശൈലജ ടീച്ചർക്ക് വലിയ പോപ്പുലാരിറ്റി ഉണ്ടായിരുന്നു. ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. ജി സുധാകരൻ ഉണ്ടായിരുന്നു. ജി സുധാകരന്റെ
സീറ്റേ വെട്ടി, ആ ഇലക്ഷൻ ട്രെൻഡ് രൂപപ്പെട്ട 2021 തുടക്കത്തിൽ സീറ്റേ വെട്ടി. എന്നാൽ ജയിച്ചു വന്ന ശൈലജ ടീച്ചർ മന്ത്രിയാവുന്നില്ല. അതൊക്കെ ഒരു പാറ്റേൺ ആണ്, മനുഷ്യർ കൃത്യമായി കണക്ക് വെക്കുന്നതിൽ ഒരു പാറ്റേൺ ആണ്. അവിടെ ആ ജയിച്ചതിന് ശേഷം ജനഹിതത്തെ അട്ടിമറിക്കുന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയോ മുന്നണിയോ ആയാൽ ഭാവിയിൽ അതിന്റെ പ്രത്യാഘാതം വലിയ രീതിയിലായിരിക്കും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ പോലെയല്ല കോൺഗ്രസ് രാഷ്ട്രീയം, അതൊരു വലിയ രീതിയിൽ ആൾക്കൂട്ടമാണ്. അവർക്ക് കിട്ടുന്ന ആവേശമാണ് വോട്ടായി മാറുന്നത്. അവരാണ് വിധി നിർണ്ണയിക്കുന്നത്. ആ വിധിയെ മാനിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വവും പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. ഏപ്രിൽ 9 ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് ഞാനത് കണ്ടു. പക്ഷെ ഞാൻ അടക്കമുള്ള ആളുകൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. പലരും അവരുടെ എതിർപ്പ് വളരെ പരസ്യമായിട്ട് കമന്റ് ബോക്സിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചിലർ തെറിവിളിയായിട്ട്, ചിലർ പരിഹാസമായിട്ട് മെയ് 4 കാണണോടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ തൊട്ട് കണ്ടിരുന്നു. പക്ഷെ ഞാൻ അടക്കമുള്ള കുറെ പേര് അത് കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ മറ്റ് പല ചാനലുകളുടെയും സർവേകൾ വരുന്നു, പലയിടത്ത് ടൈറ്റ് ഫൈറ്റ് വരുന്നു, ചിലയിടത്ത് LDF നേരിയ മുൻതൂക്കം കാണുന്നു. എനിക്കൊന്ന് പിന്നെയും മറുനാടനാണ് 90-ലേക്കൊക്കെ UDF എത്തിച്ച്, അതായത് നമ്മുടെ സർവേ ആണ് പിന്നെയും 90-ലേക്കൊക്കെ എത്തുന്നത്. എന്നാൽ മറ്റു പലരും ഈ ഒരു 70-72 എന്നുള്ള രീതിയിൽ LDF തന്നെയാണ് മുൻതൂക്കം പ്രയോഗിച്ചത്. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ എല്ലാവരും എതിരെ നിൽക്കുന്ന സമയത്ത് തന്റെ ബോധ്യം ഇതാണ് ശരി എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടല്ലോ. എന്താണ് അതിന്റെ പിറകിലെ കാരണം? അത് എന്റെ മുൻ അനുഭവങ്ങളാണ്. അത് വടകര പാർലമെന്റിൽ 1,14,000 ശൈലജ ടീച്ചർക്കെതിരെ ഞാൻ ഈ രീതിയിൽ നമ്പർ കുറച്ചപ്പോൾ അന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യത്തെ പ്രവചനം നടത്തിയത് 70 സീറ്റുള്ള ഡൽഹിയിൽ 63 സീറ്റ് ആം ആദ്മിക്കും 7 സീറ്റ് BJPക്കും എന്നുള്ളതായിരുന്നു. അപ്പൊ അതും വലിയ നമ്പറുകളാണ്. അപ്പൊ അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എന്റെ ബോധ്യങ്ങൾ തന്നെയാണ് ഞാൻ കുറിക്കുന്നത്. 100 സീറ്റിലേക്ക് എത്തുമ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ജനങ്ങളിൽ നിന്നുള്ള ഫീഡ്ബാക്ക് തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പം ഈ ഏറ്റവും ഒടുവിലത്തെ പ്രവചനവും ശരിയായിരിക്കുകയാണ് അല്ലെ? അപ്പൊ ഇത് ഞാൻ പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. എന്നാലും ഇപ്പൊ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പ്രവചിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പ്രവചിക്കാൻ കഴിയണമെങ്കിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ നിരവധി ആളുകൾ ചോദിക്കുന്ന ആ രീതിയിലുള്ള ഒരു സംഭവമല്ല. പിന്നെ എത്ര നമ്പർ തെരഞ്ഞെടുപ്പുകൾ ചെയ്യും, 18, 19, 20 പ്രൊജക്ട് ചെയ്ത് ശരിയായി എന്നുണ്ടെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യമാണ്. ഒരു തെരഞ്ഞെടുപ്പ് എളുപ്പമല്ല എന്നുള്ളതാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പുകളെ നമ്മൾ നോക്കുമ്പോൾ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഈ മേഖലയിൽ വലിയ രീതിയിൽ ഇടപെടുന്ന ഈ പ്രഡിക്ഷനും സെഫോളജിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ചോദിച്ചിട്ടുണ്ട്, നീ എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, നീ എങ്ങനെയാണ് ഈ പ്രഡിക്റ്റ് ചെയ്യുന്നത്? അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഇത് കണക്കുകളുണ്ട്. ഒരു പ്ലെയിൻ പ്രതലത്തിൽ എനിക്ക് പറ്റില്ല. അതായത് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി, പുതിയ ഒരു സ്റ്റേറ്റ്, പുതിയൊരു കോൺസ്റ്റിറ്റ്യുവൻസി, അവിടെ ഇലക്ഷൻ നടത്തുകയാണ്, ഞാൻ പരിപൂർണമായിട്ടും ബ്ലാങ്ക് ആവും. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം കണക്കുകൾ എന്ന് പറയുന്നത് ഹിസ്റ്ററികളാണ്. മുൻകാലങ്ങളിലെ ജനം എന്തുകൊണ്ട് ആ രീതിയിൽ അന്നത്തെ നമ്പറുകളിലേക്ക് പ്രതികരിച്ചു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പിന്നെ അത് പലപ്പോഴും ഇതിൽ കണക്ക് ഒരു ഘട്ടം വരെ കണക്കുണ്ട്. അത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ കണക്കുണ്ടാകുമ്പോൾ ശാസ്ത്രീയതയുണ്ട്. എന്നാൽ അത് കഴിഞ്ഞാൽ ഈ സെഫോളജി ഈ തരത്തിലുള്ള എന്റെ ബോധ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതൊരു ബ്ലാങ്ക് ആവും. നമ്മൾ എന്താവും ഇത് എന്നുള്ളത് ജനവിധിയാണ്, പബ്ലിക്കിന്റെ മൈൻഡാണ്. അപ്പൊ ആ ബ്ലാങ്ക് ആവുമ്പോൾ നമ്മുടെ സ്വയം സ്വബോധ്യങ്ങളാണ്, രാഷ്ട്രീയമായ കാഴ്ചപ്പാടുകളാണ്. അവിടെ നമ്മൾ സ്വയം ഒരു തുഴച്ചിൽ നടത്തും. ആ തുഴച്ചിൽ കൃത്യമായ ഒരു പോയിന്റിലേക്ക് നമ്പറുകളായി നമ്മൾ കുറിക്കപ്പെടും. അവിടെ നമ്മൾ ഒറ്റക്കാണ്. അവിടെ നമ്മൾ ശരിയായ കൃത്യമായ ഒരു ധാരണയിൽ നമ്മൾ നടത്തുന്ന ഒരു സ്വയം ഒരു നീന്തലാണ് ഇത്. അത് നമ്മൾ മറുകര പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം. ഒരു പരിപൂർണമായ 100% സയന്റിഫിക്കായി ഒരു സെഫോളജി അല്ലെങ്കിൽ പ്രഡിക്ഷൻ എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് എന്റെ ബോധ്യം. ഇപ്പോൾ ഞാൻ താങ്കളുടെ പ്രവചനത്തിലേക്ക് തന്നെ വരികയാണ്. അതായത് UDF 102 സീറ്റുകൾ കിട്ടി. സ്വാഭാവികമായിട്ടും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനോടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം വരുമ്പോൾ ജനങ്ങളുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് കേരളത്തിലെ സംബന്ധിച്ചുള്ള UDF തന്നെയാണ്. പക്ഷെ BJPക്ക് ഈ 3 സീറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് BJP നേടിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്? ഞാൻ പ്രവചനത്തിന് മറ്റു കാര്യങ്ങളിലേക്ക് വിടാതെ അത് ഇതിലേക്ക് വരികയാണ്. BJPക്ക് നിയമം സീറ്റ് ഞാൻ 1 സീറ്റ് മുതൽ 3 സീറ്റ് വരെ പറഞ്ഞതിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിയമത്തിനായിരുന്നു. നിയമം അതിലുണ്ട്. പിന്നെ അത് സ്വാഭാവികമാണ്. അത് തിരുവനന്തപുരം ജില്ലയിൽ BJPയുടെ വലിയ എഫേർട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ 14 ജില്ലകളിലും ആ ജില്ലയിലും ആ ബെൽറ്റിൽ അവർ വലിയ രീതിയിൽ അതിന്റെ സംവിധാനങ്ങൾ ചലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി 3 സീറ്റ് വരെ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ വന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ നിരന്തരമായി മനുഷ്യരോട് സംവേദിക്കുമ്പോൾ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ ലക്ഷ്യത്തിലെത്തും. അത് BJPക്കും സാധ്യമാവും ഈ നാട്ടിൽ എന്നുള്ളതാണ്. ആ BJP എന്ന രാഷ്ട്രീയ പാർട്ടി പടിപടിയായിട്ട് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് തന്നെയാണ്. BJP പക്ഷെങ്കിൽ അപ്പോഴും വോട്ട് ശതമാനത്തിൽ അവർക്ക് വളർച്ച കാണിക്കാൻ കഴിയുന്നില്ല. 14-15% എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയാണ്. ഓരോ 5 വർഷം എന്ന് പറയുന്നത് ലോങ് ടൈമാണ്. അതിൻ്റെ ഉള്ളിൽ അവർക്ക് വോട്ട് ഒരു 20%-ലേക്ക് എത്തിക്കാതെ ആ സീറ്റെണ്ണം കൊണ്ട് മാത്രം അവർ വിജയിയായി എന്ന് ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് BJP രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് കൊണ്ടല്ല, വോട്ട് ശതമാനമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രയോറിറ്റി കൊടുക്കുക. അത് ആ അർത്ഥത്തിൽ വോട്ടിംഗ് ഉയർത്തിക്കൊണ്ട്
കൊണ്ടുവരുന്നതിൽ BJP പരാജയം തന്നെയാണ്. സീറ്റുകൾ നേടി എന്നുള്ളത് ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കാനും ആഹ്ലാദിക്കാനുള്ള വകയുണ്ടെങ്കിലും ഇനിയിപ്പോ ഞാനും നിങ്ങളും നിൽക്കുന്ന കോഴിക്കോട് ജില്ലയിലേക്ക് നമുക്ക് കോഴിക്കോട് ജില്ലയുടെ കാര്യം എടുക്കാം. കോഴിക്കോട് ജില്ലയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 25 വർഷമായിട്ട് കോൺഗ്രസിന് ഒരു MLA പോലും ഇല്ലാത്ത ഒരു ജില്ലയാണ്. കഴിഞ്ഞ തവണ UDF ആകെയുള്ളത് 2 MLA-മാരായിരുന്നു. ഒരാള് കൊടുവള്ളിയിലും അതുപോലെ തന്നെ കൊടുവള്ളിയിലും വടകരയിലും. എന്നാൽ ഇത്തവണ ഇങ്ങോട്ട് വരുമ്പോൾ ഏറെക്കുറെ ക്ലീൻ സ്വീപ്പ് എന്ന് പറയാവുന്ന തരത്തിൽ ബേപ്പൂരിൽ PV അൻവർ ഒഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചിരിക്കുകയാണ് അല്ലെ. അപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ വലിയ, അതായത് 2001 സുജനപാലിന് ശേഷം ഇപ്പം നോക്കുമ്പോൾ 5 or 6 MLA-മാരാണ് കോൺഗ്രസിനുള്ളത്. കോഴിക്കോട് ജില്ലയിൽ ഇങ്ങനെ വലിയൊരു ഷിഫ്റ്റ് വരാനുണ്ടായ കാരണം ഇപ്പം മലപ്പുറം നമുക്ക് മനസ്സിലാക്കാം. മലപ്പുറത്ത് LDF ആകെയുള്ളത് 2 സീറ്റുകളായിരുന്നു, അത് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. അതുപോലെ വയനാട്ടിലാണെങ്കിൽ ആകെ 1 സീറ്റായിരുന്നു LDF ഉണ്ടായത്, അത് നഷ്ടപ്പെട്ടു. കോഴിക്കോട് പോലെ ഇങ്ങനെ വലിയൊരു മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു ജില്ലക്കകത്ത് ഇങ്ങനെ വലിയൊരു തിരിച്ചടി ഉണ്ടാവാനുള്ള കാരണം നിങ്ങൾ കോഴിക്കോട്ടുകാരനോട് ആയതുകൊണ്ടാണ് മനസ്സിലായി. ഇതില് കോഴിക്കോട് മാത്രമല്ല, കാസർഗോഡ് മാറ്റങ്ങൾ, കണ്ണൂരിലെ കോട്ടക്കൊത്തളങ്ങളിൽ പരാജയപ്പെട്ടു. ഇതിൽ എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിലെ CPM ഇടതുപക്ഷത്തെ നിലനിർത്തിയത് അതിന്റെ ബേസ് വോട്ടാണ്. അതിന്റെ അടിസ്ഥാന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന അനേകം മനുഷ്യരുള്ള ജില്ലകളാണ് കണ്ണൂരായാലും ഒരു പരിധിവരെ കോഴിക്കോടായാലും. അവരെ നിരാശപ്പെടുത്തി ഈ സർക്കാർ എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് സ്വജനപക്ഷപാതം എന്നുള്ളതിലേക്ക് ഈ സർക്കാർ പോയി എന്നുള്ള ഒരു രീതിയാണ്. പിന്നെ ഒപ്പം തന്നെ നാടിനോടുള്ള ചോദ്യങ്ങളോടുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ, ജനം ആണ് എന്നെ അധികാരത്തിൽ എത്തിച്ചത് എന്നുള്ളത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മറന്നുപോയോ എന്നുള്ളതാണ്. ആ മനുഷ്യന്റെ പല പ്രതികരണങ്ങളും വീട്ടിൽ പോയി ചോദിക്കുക എന്നൊക്കെ പറയുന്നത്, ആ രീതിയിലുള്ള പല പ്രതികരണങ്ങളും, അത് ഒരുപക്ഷെ പ്രായാധിക്യത്തിന്റെ മനുഷ്യന്റെ ആരോഗ്യാവസ്ഥയൊക്കെ ഉണ്ടാവും. ആ ഘട്ടത്തിൽ ആ രീതിയിൽ പ്രതികരിച്ചു പോകുന്നതാണെങ്കിൽ നാടിന്റെ നായകൻ, നാടിന്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ജനം ഒരിക്കലും അത് പൊറുക്കില്ലായിരുന്നു. ജനം വിരൽ മഷി പുരട്ടിയതാണ് അധികാര സിംഹാസനം തന്നിലേക്ക് എത്തിച്ചത് എന്നുള്ള ബോധ്യം മറന്നതോടുകൂടി അത് ഇടത് രാഷ്ട്രീയത്തിലും അതിന്റെ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റ് സാമുദായികമായ ഇക്വേഷൻസിൽ അത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. ആ രീതിയിലുള്ള വലിയ എല്ലാ തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങളെയുമാണ് നേരിട്ടത്. അതുകൊണ്ട് തന്നെ വലിയ ചരിത്രപരമായ പരാജയമാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ജില്ലകൾ സംഭവിച്ചത്. ഇപ്പം ഈ ചോദ്യത്തിനോട് അനുബന്ധമായിട്ടുള്ള ചോദ്യമാണ്. അതായത് അങ്ങനെ നമ്മൾ പറഞ്ഞു നിലയ്ക്ക് മലപ്പുറത്ത് 16-ൽ 16, വയനാട്ടിൽ 3-ൽ 3, കോഴിക്കോട് 13-ൽ 12, അതായത് 3 ജില്ലകൾ എടുത്തു കഴിഞ്ഞാൽ LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ മണ്ഡലമാണ് ബേപ്പൂര്. ബേപ്പൂരിൽ റിയാസ് ജയിച്ചതിന്റെ കാരണം എന്തായിരിക്കും? റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസ് മന്ത്രിയായിരുന്നു. റിയാസിന് ഈ സർക്കാർ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു. ആ സ്വാധീനം റിയാസ് ബേപ്പൂരിൽ മണ്ഡലത്തിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ വിനിയോഗിച്ചിട്ടുണ്ടായി. ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിന്റെ വികസനത്തിൽ റിയാസിന് വലിയ ഒരു ശ്രദ്ധ റിയാസ് 5 വർഷം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ റിയാസിന് മണ്ഡലം കൈവിട്ടു പോകില്ല എന്നുള്ള ചിന്ത റിയാസിനുണ്ടായിരുന്നു. വ്യക്തിപരമായി നമ്മളൊക്കെ അത് കാണുമ്പോഴും നമുക്കും അത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും ബേപ്പൂരിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് റിയാസ് വീണു പോയിട്ടുണ്ട്. അൻവർ വലിയ രീതിയിൽ പൊരുതിയിട്ടുണ്ട്. UDF തരംഗത്തിന്റെ ഭാഗമായിട്ടായിരിക്കും റിയാസിന്റെ ഭൂരിപക്ഷം അമ്പേ ഇടിഞ്ഞത്, അതോ അൻവറിന് സ്വാധീനം ഉണ്ടായിരുന്നു? അത് രണ്ടും ഉണ്ടാവും. അൻവറും ഒരു ഇലക്ഷനിൽ വലിയ രീതിയിൽ അതിന്റെ സ്വാധീനം ഉണ്ടാക്കുന്ന, വോട്ട് പിടിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് അൻവർ. അതിന് പ്രത്യേകിച്ച് മലബാറിലെ സീറ്റുകൾ ഇവിടെ മത്സരിച്ചാൽ അൻവർ ഒരു ഓളം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഒരു 10,000 വോട്ട് വരെ അൻവർ സ്വന്തമായിട്ട് പിടിക്കും. അത് ഏത് വിധേനയും അൻവർ പിടിക്കും. ആ പരിശ്രമം അൻവർ എന്ന വ്യക്തി എന്നുള്ള നിലക്ക് പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണ്? അതായത് ഇപ്പം കേരളത്തിലെ ഇലക്ഷൻ കഴിഞ്ഞു, ബംഗാൾ കഴിഞ്ഞു, തമിഴ്നാട് കഴിഞ്ഞു, ഇനി അടുത്ത ലക്ഷ്യം മുന്നിൽ എന്താണ്? അടുത്ത തെരഞ്ഞെടുപ്പ്? അങ്ങനെ ഒന്നുമില്ല. ഇലക്ഷൻ വരിക, അതിനോടനുബന്ധിച്ച് നമുക്ക് ബോധ്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യും. ചില തെരഞ്ഞെടുപ്പുകൾ ചിലപ്പോൾ വ്യക്തിപരമായ പല കാര്യങ്ങളുണ്ടാവും. തെരഞ്ഞെടുപ്പിൽ പ്രവചിച്ചിട്ടുണ്ടായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടാണെന്ന്. ബുദ്ധിമുട്ടല്ല, തദ്ദേശത്തിൽ അതിൽ ഒരു ഏരിയ ഇല്ല, വാർഡുകളും പഞ്ചായത്തുകളും ബ്ലോക്കുകൾ ആ രീതിയിലുള്ള ഒന്നാണ്. പിന്നെ അടുപ്പിച്ച് ഇത് വരുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളിൽ ചില തടസ്സങ്ങളുണ്ട്. ഇതിന്റെ ഭാഗമായി ഇങ്ങനെ ശ്രദ്ധ പോകുന്ന വ്യക്തിപരമായ ചില പ്രശ്നങ്ങളും കൂടി ഉണ്ട്. ഇനി വിശ്രമത്തിന്റെ കാലമാണ്. അങ്ങനെ വിശ്രമം അങ്ങനെയുള്ള ഒരു അടിനാധ്വാനമില്ല. എന്നിരുന്നാലും ഇനിയിപ്പോ ഇലക്ഷനുകൾ ഇല്ല. ഇനിയിപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരും 2029-ലാണ് വരാൻ. അപ്പൊ അതുവരെ ഒരു ചെറിയ ഒരുപക്ഷെ അതിനേതെങ്കിലും ഇടയിൽ സ്റ്റേറ്റ് ഇലക്ഷൻസ് വന്നാൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെയായാലും രാഷ്ട്രീയ CP തന്റെ പ്രവചനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരും, ഇനിയും അദ്ദേഹം പ്രവചിക്കും. അപ്പോഴീ പറഞ്ഞ പോലെ കല്ലെറിയുന്നവർ കല്ലെറിഞ്ഞുകൊണ്ടേയിരിക്കും. ഏറ്റവും ഒടുവിൽ അന്തിമ വിജയം അദ്ദേഹത്തിന് തന്നെ ആകുന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അപ്പൊ തന്റെ ബോധ്യങ്ങളാണ് തന്നെ മുന്നോട്ട് നയിക്കുന്നതെന്നാണ് രാഷ്ട്രീയ CP പറയുന്നത്. ഇപ്പോൾ 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയ CPയുടെ ബോധ്യങ്ങൾ മലയാളികളെ മുഴുവൻ അമ്പരപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രീയ CPയുടെ ബോധ്യങ്ങൾ വിജയിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.